വൺവെബ് ഇന്ത്യ 2 വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് നടക്കും. രാവിലെ 9-നാണ് വിക്ഷേപണം. 36 ഉപഗ്രഹങ്ങളാണ് വൺവെബ് 2 ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കരിഷ്മ ചേരുന്നുണ്ട്. കരിഷ്മ, വൺവെബ് ഇന്ത്യ 2 വിക്ഷേപണം ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് നടക്കും. എന്തൊക്കെയാണ് ഈ വൺവെബ് ഇന്ത്യ 2 പ്രത്യേകതകൾ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് 9 മണിക്കാണ് ISROയിൽ നിന്ന് ദൗത്യം ആരംഭിക്കുന്നത്. ലോകത്തെ മികച്ച ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കവറേജിനായി ബ്രിട്ടനിലെ വൺവെബ് നെറ്റ്വർക്ക് ആക്സസ് അസോസിയേഷന് വിന്യസിപ്പിക്കുന്ന ഉപഗ്രഹ ശൃംഖലയ്ക്കുള്ള 36 ഉപഗ്രഹങ്ങളാണ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് ദൗത്യം ആരംഭിക്കുന്നത്. GSLV Mark 3 റോക്കറ്റിന്റെ രണ്ടാമത്തെ വാണിജ്യ വിക്ഷേപണമാണിത്. GSLV Mark 3 റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്ന ഏകദേശം എല്ലാ ദൗത്യങ്ങളും വിജയകരമായാണ് അവസാനിച്ചിട്ടുള്ളത്. ഇതും വിജയകരമായി തന്നെ അവസാനിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 23-ന് ഇതേ റോക്കറ്റിൽ വിക്ഷേപിച്ചിരുന്നു. അതും വിജയകരമായി പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും പുതിയ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. ഇന്നത്തെ വിക്ഷേപണത്തോടെ 618 മൊത്തം 648 ഉപഗ്രഹങ്ങളുടെ ബൃഹത് ശൃംഖലയാണ് വൺവെബ് വിഭാവന ചെയ്യുന്നത്. നിലവിൽ വൺവെബിന് 582 ഉപഗ്രഹങ്ങളാണുള്ളത്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ ഉപഗ്രഹങ്ങളോട് കൂടി ആകുമ്പോഴാണ് മൊത്തം 648 ഉപഗ്രഹങ്ങളാകുന്നത്. ലോകം എമ്പാടുമുള്ള എല്ലാ നെറ്റ്വർക്കിനെയും ഒരു ശൃംഖലയ്ക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് വൺവെബ് ഉദ്ദേശിക്കുന്നത്. സ്പേസ് എക്സ് പോലുള്ള വിവിധ ഏജൻസികളാണ് മറ്റു ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളത്. 72 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ 1-ഉം വെബും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നു. അതിനായി 1000 കോടി രൂപയാണ് ISROയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വിക്ഷേപണത്തിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്നാണ്. നിലവിൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് ടവറിലേക്കും അവയിൽ നിന്നും റിലേ കേന്ദ്രങ്ങൾ വഴിയുമാണ് ഫോണിൽ നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നത്. അതായത് കൂടുതൽ പ്രോസസ്സുകളിലൂടെയാണ് ഇപ്പോൾ ഇന്റർനെറ്റ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദൗത്യത്തിന് ശേഷം ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സുലഭമായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ സിറ്റിയിലും എല്ലാ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വളരെ വേഗത്തിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ടവറിൽ നിന്നും അതുപോലെ റിലേ വഴി അങ്ങനെ പാസ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റായി നമുക്ക് ഉപഗ്രഹത്തിൽ നിന്ന് ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഒരു വലിയ നേട്ടം. അതിനാണ് ഇത്രയും അധികം ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്നത്. അതായത് ഓരോ ഉപഗ്രഹങ്ങളും പല പല സ്ഥലങ്ങളിൽ ഘടിപ്പിച്ച് അവിടെയുള്ള മേഖലകളിൽ വളരെ എളുപ്പത്തിൽ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ഭൂമിക്ക് മുകളിൽ 600 കിലോമീറ്റർ മേലെയാണ്, അതായത് വളരെ മുകളിലല്ല, വെറും 600 മീറ്റർ മേലെയാണ് ഉപഗ്രഹങ്ങൾ വിന്യസിപ്പിച്ചിട്ടുള്ളത്. വൺവെബ് ഇന്ത്യയിലെ ഭാരതി എയർടെല്ലിനും പങ്കാളിത്തമുണ്ട്. ഈ കമ്പനി ഈ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ കുതിപ്പുണ്ടാകും. ഈ പ്രവർത്തനത്തിൽ ഇതിലൂടെ എല്ലാ മേഖലകളിലും വളരെ വേഗത്തിൽ ഇന്റർനെറ്റ് എത്താനുള്ള ഒരു മാർഗമാണ് തെളിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ റോക്കറ്റ്, ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ LVM-3 റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തുന്നത്. GSLV പേര് മാറ്റിയതാണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന പേരിൽ LV-3 റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തുന്നത്. ഈ റോക്കറ്റിന് 640 ടൺ ഭാരമുണ്ട്. അതുപോലെ തന്നെ 5 മീറ്റർ വ്യാസമുണ്ട്. 43.5 മീറ്ററോളം നീളവുമുണ്ട്. ആദ്യ 2 ഘട്ടങ്ങളിൽ ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് ഹരദ്രവ്യ ഇന്ധനമാണ്. 3-ാം ഘട്ടത്തിലാകുമ്പോഴേക്കും ക്രയോജനിക് എഞ്ചിനാണ് ഈ റോക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 10 ടൺ, അതായത് 1000 കിലോഗ്രാം 15,000 കിലോഗ്രാം ഭാരം വരെയുള്ള ഉപഗ്രഹങ്ങൾ ഈ റോക്കറ്റിലൂടെ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും. ഇന്ന് വിക്ഷേപിക്കുന്ന 36 ഉപഗ്രഹങ്ങളുടെ ഭാരം 5.805 ടൺ, അതായത് 5805 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റുകളാണ് ഇന്ന് LVM-3 റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്നത്. 9 മണിക്കാണ് ദൗത്യം ആരംഭിക്കുന്നത്. വൺവെബ് ഇന്ത്യ 2 വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് നടക്കും. രാവിലെ 9-നാണ് വിക്ഷേപണം. 36 ഉപഗ്രഹങ്ങളാണ് വൺവെബ് ഇന്ത്യ 2 ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കരിഷ്മ.